ഇന്ന് തിരുവാതിരയായിട്ട് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഇന്നലെ രാത്രി അലക്കിയിട്ട കുറച്ച് തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് സൂര്യകാന്തി പിന്നെയും നന്നായി വാടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു പൂവ് മാത്രമേ വാടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കി തിന്നും. തിരുവാതിരയ്ക്ക് അപ്പോൾ നമ്മുടെ അവിടെ പൂജയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കില്ല, എന്നാലും ഞാൻ ഈ വിത്തൊക്കെ പെറുക്കി തിന്നും. പിന്നെ അത് കഴിഞ്ഞ് ചെറിയമേര ഇടുന്നിട്ടുന്ന പൂജ. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാവുക തുവരക്കൊട്ടയുടെ ഒരു ഉപ്പേരിയും പിന്നെ കൂവക്കിഴങ്ങിൻ്റെ പായസവും. ഈ വർഷത്തിൽ ഒരു ദിവസമാണ് ഈ കൂവക്കിഴങ്ങിൻ്റെ പായസമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അത് ഇന്നത്തെ ദിവസമാണ്. അമ്പൂനെ കണ്ടിട്ട് ശബരിമലയ്ക്ക് പോവുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. പൂജ കഴിഞ്ഞതിൻ്റെ കോലാഹലങ്ങളാണ്. അവൻ ഭസ്മം മുഴുവൻ എടുത്ത് നെറ്റിയിലും കയ്യിലും ദേഹത്ത് മുഴുവൻ വരച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനും അമ്പാടിയും ഭക്ഷണം കഴിക്കാനിരുന്നത്. അവനാണെങ്കിൽ പച്ചക്കറി ആയ കാരണം കൊണ്ട് തീരെ അങ്ങോട്ട് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. എന്നാലും പൂജയല്ലേ, നിർബന്ധിച്ചാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ എൻ്റെ കൂടെ നിന്ന് കഴിച്ചു. പിന്നെ ഇതാണ് കേട്ടോ കൂവപ്പായസം. ഇതിൽ തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്, കൂവര പൊടി എടുത്തിട്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ കൂവപ്പായസം കഴിച്ചത്. അതിന് മേലൊരു പപ്പടമൊക്കെ പൊടിച്ചിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടാ. പിന്നെ കല്യാണം കഴിഞ്ഞവർ ഇന്നത്തെ ദിവസം കഴുത്തിലിങ്ങനെ മഞ്ഞച്ചരട് ഭർത്താക്കന്മാർ കെട്ടിത്തരും. എനിക്കിവിടെ ഭർത്താവ് അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് കെട്ടിയിട്ടാ. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ബൈ.